എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കാഴ്ചവട്ടം എന്ന എൻ്റെ ഈ ചെറിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നന്ദനം ഹോൾഡേഴ്സിൻ്റെ ഒപ്പം കൊല്ലങ്കോട് പളനി ട്രിപ്പിലാണ്. അപ്പോൾ ആ ട്രിപ്പിൻ്റെ തുടക്കത്തിൽ യാത്രികർ പരസ്പരം ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രിപ്പിലോട്ട് പോവാം. തൃശ്ശൂരിൽ നിന്ന് കാലത്ത് 6:30 എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ട്രിപ്പാണിത്. നേരെ പോകുന്നത് കൊല്ലങ്കോട് ഗ്രാമത്തിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആദ്യം പോയത് ചിങ്ങഞ്ചിറ അമ്പലത്തിലേക്കാണ്. നമ്മുടെ ഒപ്പം വരുന്ന ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ചിങ്ങഞ്ചിറ അമ്പലം എന്ന് പറയുന്നത് മെയിനായിട്ട് 2-3 ആലുകളാണ് കേട്ടോ. ആലുകളുടെ ചുവട്ടിലാണ് ചിങ്ങന്തറ കറുപ്പസ്വാമി ഉള്ളത്. ആലുകളുടെ ചുവട്ടിൽ മഞ്ഞും കാറ്റും വെയിലും ഒക്കെ കൊണ്ട് കുടിയിരിക്കുന്ന സ്വാമിയാണ് കറുപ്പസ്വാമി. ഇത് ആലുകളാണ് കേട്ടോ. 2-3 ആലുകളുണ്ട് അവിടെ മെയിനായിട്ട്. അപ്പോൾ അവിടുത്തെ കയറുമ്പോൾ തന്നെ ഒരു അമ്പല രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യത്തിൽ എല്ലാവരും ഇവിടെ പ്രാർത്ഥിച്ചു. പക്ഷേ ഇതൊരു സുരേഷ് ഗോപിയുടെ കളിയാട്ടം പടത്തിൻ്റെ 2ാം ഭാഗത്തിൻ്റെ സെറ്റാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ധാരണയാവും തോന്നും. അവിടുത്തെ ആളുകൾ അത് പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ അവർ എല്ലാവരോടും പറഞ്ഞ് തോറ്റു എന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ ദേവതയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ചിങ്ങഞ്ചിറ അമ്പലത്തിൻ്റെ ചുറ്റുഭാഗമാണ് കാണുന്നത്. ഇതൊരു പ്രകൃതി ക്ഷേത്രമാണ്. പ്രകൃതിയോട്ട് ആയിട്ട് ഇണങ്ങി അങ്ങനെ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതല്ലാണ്ട് തന്ത്ര വിധി പ്രകാരമോ അങ്ങനെയുള്ളൊരു ക്ഷേത്രമല്ല. അങ്ങീങ്ങം നായ്ക്കളൊക്കെ കാണാം. ഇവിടുത്തെ മെയിൻ വഴിപാട് എന്ന് പറഞ്ഞാൽ നായ നിൽക്കുന്ന സ്ഥലം കണ്ട, നായ പോണ സ്ഥലം കണ്ട, അവിടെ ആണ് കറുപ്പസ്വാമിക്ക് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആട് ബലി, കോഴി ബലി ഇതൊക്കെ നടത്തുന്ന സ്ഥലമാണ്. അത് നടത്തി അവിടേക്ക് അത് വെച്ച് അവിടെ തന്നെ ഇരുന്ന് വെച്ച് കറുപ്പസ്വാമിക്ക് സ്വയം നിവേദ്യമാക്കി കൊടുത്ത് ബാക്കി വരുന്ന നിവേദ്യത്തിന് ശേഷം ആ നേദ്യവസ്തു കഴിക്കുക. അതാണ്. അവിടെ ഇവിടെയൊക്കെ അടുപ്പുകൾ കാണാം. ആളുകൾ അവിടെയും ഇവിടെയൊക്കെ ഞായറാഴ്ച ദിവസമാണ് ഏറ്റവും തിരക്കുണ്ടാവുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളുകൾ പാത്രങ്ങളൊക്കെ ആയിട്ട് അവരുടെ കാര്യസാധ്യം നടത്തിയതിനുള്ള നേദ്യ വസ്തുക്കൾ ഉണ്ടാക്കി, ആടാണെങ്കിൽ ആട്, കോഴിയാണെങ്കിൽ കോഴി, അങ്ങനത്തെ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി പൂജിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അവരവിടെ സ്വയം കുക്ക് ചെയ്ത് സ്വയം പൂജിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. നമ്മളുടെ ഒപ്പം വന്നിട്ടുള്ള ചേച്ചിമാരാണ് ആരൊക്കെയാണ് കേട്ടത്. ചേച്ചിമാരെ കൂടിയിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ ചിങ്ങഞ്ചിറ അമ്പലത്തിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയി കാണേണ്ട അമ്പലം തന്നെയാണ്. പല സിനിമകളുടെയും ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ചിങ്ങഞ്ചിറ അമ്പലം. അതിനുശേഷം നമ്മൾ പോയത് ചെല്ലൻചേട്ടൻ്റെ ചായക്കട. യൂട്യൂബിൽ വളരെ ട്രെൻഡി ആയിട്ടുള്ള ചെല്ലൻചേട്ടൻ്റെ ചായക്കടയിലേക്കാണ് നമ്മൾ പോയത്. അവിടെ നമുക്ക് അടിപൊളി ചായ തന്നു. അതുപോലെ തന്നെ പരിപ്പ് വട, പഴംപൊരി, ഇതേ നിൽക്കണതാണ് ചെല്ലൻചേട്ടൻ കേട്ടോ. പരിപ്പ് വട, പഴംപൊരി, അങ്ങനെ പല സാധനങ്ങളും നമ്മളവിടെ ചെറുകടികളാണ് ഉള്ളത്. ചെല്ലൻചേട്ടൻ ചായ അടിക്കുന്നതിലും കൂടുതൽ ഇപ്പോൾ ചെല്ലൻചേട്ടൻ്റെ യൂട്യൂബുകാർ വളയലാണ് പണി. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഇതാണ് അവരുടെ പരിപ്പോടൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ. മുമ്പിൽ ചെല്ലൻചേട്ടൻ ഇപ്പോൾ ഒരു ആൾ മകനാന്ന് തോന്നിട്ട് അറിയില്ല, ചായ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കൊല്ലങ്കോട് ഗ്രാമങ്ങളാണ്. ഗ്രാമങ്ങളിൽ ഈ ഓരോ മറ്റേ പപ്പായയുടെ ഒക്കെ കൃഷിസ്ഥലം, അതുപോലെ ഒരു സൈഡിൽ മാവ്, അങ്ങനെ ഒരുപാട് കൃഷിയാണ്. കൃഷിയായിട്ട് അനുബന്ധപ്പെട്ട ഒരു ഗ്രാമമാണ് ഈ കൊല്ലങ്കോട് എന്ന് പറയുന്നത്. അത് വല്ലപ്പോഴും നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഒന്ന് റിലീഫാവാൻ ഒരു പ്രാവശ്യം പോവേണ്ട സ്ഥലം തന്നെയാണ് കൊല്ലങ്കോട്. കൃഷി ഭാഗത്തും കൃഷി. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് അവിടെ ഒരു നമ്മൾ യൂട്യൂബിൽ തന്നെ ട്രെൻഡി ആയി കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ നെല്ലൊക്കെ ഉണക്കാനിടുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മുടെ ആളുകളൊക്കെ ഇറങ്ങി കണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവിടേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോയത്. അപ്പോൾ ഈ കാണുന്നതാണ് നെല്ലറയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മുറങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നെല്ല് മറ്റേ അടിയിൽ കോൺക്രീറ്റ് ഒന്നുമില്ല, കരിങ്കല്ലാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നെല്ല് ശേഖരിക്കുക. ഇതാണ്
കാർഷിക ഗ്രാമം എന്ന കൊല്ലങ്കോട്ടിലെ മറ്റൊരു സ്ഥലം. ചുറ്റും മലകളും കാര്യങ്ങളും പാടങ്ങളൊക്കെയുള്ള നല്ല അടിപൊളി പ്രകൃതി ഭംഗി നിറഞ്ഞ കൊല്ലങ്കോടിൻ്റെ ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ പോയവരൊക്കെ അതിൻ്റെ മുമ്പിലിരുന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഇതിപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അടുത്തത് അവിടെ നിന്നും നമ്മൾ യാത്ര തിരിച്ചു. കൊല്ലങ്കോടിൻ്റെ പ്രകൃതി ഭംഗി നുകർന്നുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിച്ചു കേട്ടോ. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടമാണ്. നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോണ വഴിയാണിത്. നമ്മൾ ഓരോരുത്തരും സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിക്കൊണ്ട് അങ്ങോട്ട് നടക്കുന്ന വഴിയാണ് ഈ കാണുന്നത്. കുറച്ച് വണ്ടി നിർത്തിയിട്ട് ഏറ്റവും ലാസ്റ്റ് പോയിന്റിലേക്ക് വണ്ടി ഇവിടെയൊക്കെ വണ്ടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടേക്ക് വന്നില്ല. അവിടെ നിർത്തണമെങ്കിൽ വളരെ കുറച്ച് വഴിയാണ് സീതാർകുണ്ട് വാട്ടർഫോൾസിലേക്കുള്ള പോണ വഴിക്ക് ചെറിയ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പേയിങ് ടോയ്ലറ്റ്സ് ഉണ്ട് സീതാർകുണ്ട് വാട്ടർഫോൾസിൽ. പിന്നെ ഞങ്ങൾ പോയത് കഴിഞ്ഞ ദിവസമാണ്, അതായത് ഫെബ്രുവരി 10-ാം തീയതി. വെള്ളം വരുന്നുണ്ട് എന്നല്ലാണ്ട് വാട്ടർഫോൾസ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മൊട്ടക്കല്ലുകളും അതൊക്കെ നിറഞ്ഞ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് സീതാർകുണ്ട് വാട്ടർഫാൾസ്. വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മനോഹരമായിരുന്നു. നിങ്ങൾ പോകുമ്പോൾ ഒരു ജാനുവരി ഡിസംബർ ആ കാലഘട്ടത്തിൽ പോവുക. പഴനി നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം പഴനിയിൽ മൊബൈൽ ഇപ്പോൾ കടത്തുന്നില്ല. അപ്പോൾ ഇത്രയാണ് ആ